മണീസ്, എല്ലാവർക്കും മേക്കെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ സ്വന്തം മേക്കെ. അപ്പോൾ ഞാൻ ഇന്നെന്താ വീഡിയോ ആയിട്ട് വന്നതെന്ന് അറിയില്ലേ? ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലല്ലോ, ഞാൻ പറഞ്ഞുതരാം. ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ യൂട്യൂബ് സ്റ്റുഡിയോ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ അതിനുള്ള ഒരു ഇതാണ് യൂട്യൂബ് സ്റ്റുഡിയോ. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ കറക്റ്റായ ദിശയിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് സ്റ്റുഡിയോ വഴിയാണ് നമ്മൾ യൂട്യൂബ് വീഡിയോസിന് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. നമ്മൾ ഡിസ്ക്രിപ്ഷനായാലും തംബ്നെയിലായാലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ അൺലിസ്റ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് ഇടേണ്ടത്. അതിന് ശേഷം എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ വീഡിയോ പബ്ലിക്കാക്കാൻ പാടുള്ളൂ. അപ്പോൾ എൻ്റെ മുത്തുമണികൾ അത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് നമ്മൾ ഒന്ന് ടാഗ്സ് എന്തൊക്കെയാണ് ടാഗ് കൊടുക്കേണ്ടത് എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു കോമഡി വീഡിയോ ആണെങ്കിൽ അതിന് ഒത്തിരി കോമഡി ടാഗ്സ് ഉണ്ടാവും. അത് നമ്മളെ കയ്യിലില്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആ കോമഡി ടാഗ്സ് കിട്ടും. സ്റ്റുഡിയോനെ പറ്റി മനസ്സിലാകാത്തവർക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, ഒരു ഓയിലോ അല്ലെങ്കിൽ ഒരു പിക്കിളോ ഉണ്ടാക്കിയിട്ട് നമ്മൾ മാർക്കറ്റിൽ കൊണ്ടു കൊടുക്കുന്നു, ഒരു ഷോപ്പിൽ കൊണ്ടുപോയി വെക്കുന്നു, അത് മറ്റുള്ളവർക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമ്മളൊരു ലേബിളോ സ്റ്റിക്കറോ ഒന്നും ഒട്ടിക്കാണ്ട് ഒരു പ്ലെയിൻ ഒരു കുപ്പിയിൽ ഇങ്ങനെ കൊണ്ടിട്ട് ഒരു കടയിൽ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അത് അധികം ശ്രദ്ധിക്കണമെന്നില്ല. നേരെ മറിച്ച് അത് ഇന്ന അച്ചാറാണ് അല്ലെങ്കിൽ ഇന്ന സംഭവമാണെന്ന് അതിൻ്റെ മുകളിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വേഗം എടുത്ത് നോക്കും, അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മളത് വേഗം എല്ലാവരും വാങ്ങിക്കും. അപ്പോൾ അതുപോലെയാണ് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഒരു വീഡിയോ യൂട്യൂബ് സ്റ്റുഡിയോ വഴി കറക്റ്റ് തംബ്നെയിൽ ടൈറ്റിലൊക്കെ കൊടുത്ത് ടാഗ്സൊക്കെ കൊടുത്ത് ഒരു വീഡിയോ യൂട്യൂബ് സ്റ്റുഡിയോ വഴി അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് യൂട്യൂബ് കറക്റ്റ് ദിശയിലെത്തിക്കും. കോമഡീൻ്റെ വീഡിയോസ് ആണെങ്കിൽ കോമഡീൻ്റെ ആ ഒരു ഇതിലെത്തിക്കും. അപ്പോൾ അത് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുടെ അടുത്തെത്തിക്കും. കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുടെ അടുത്തെത്തിക്കും. അങ്ങനെ അതിനാണ് നമ്മൾ മെയിനായിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ. പിന്നെ നമ്മളെ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നത്. നമ്മൾ യൂട്യൂബിൽ അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ മോണിറ്റൈസായ ഡോളറും കാര്യങ്ങളും ഒക്കെ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് കാണിക്കൽ മെയിനായിട്ട്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് യൂട്യൂബ് സ്റ്റുഡിയോ. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എല്ലാവരും യൂട്യൂബ് സ്റ്റുഡിയോവും അതിൻ്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യണം. യൂട്യൂബ് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് യൂട്യൂബ് സ്റ്റുഡിയോ. അപ്പോൾ എൻ്റെ മുത്തുമണികൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ മുത്തുമണികളെ സപ്പോർട്ട് ചെയ്യണം. മാക്സിമം നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ അൺലിസ്റ്റഡ് ആക്കിയതിന് ശേഷം ഫുള്ള് തംബ്നെയിൽ ടൈറ്റിൽ ടാഗ്സ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ സെറ്റാക്കിയതിന് ശേഷം മാത്രമേ ഒരു വീഡിയോ നമ്മൾ പബ്ലിക് ചെയ്യാൻ പാടുള്ളൂ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മളെ റീച്ചിനെ ബാധിക്കും. അത് നമ്മളെ ഒരു വീഡിയോ നമ്മൾ കറക്റ്റ് തംബ്നെയിൽ ഡിസ്ക്രിപ്ഷൻ ഇതൊക്കെ കൊടുത്താൽ മാത്രമേ നമ്മളെ വീഡിയോസിന് കറക്റ്റ് റീച്ച് ഉണ്ടാവൂ കേട്ടോ. അത് നമ്മൾ മെയിനായി ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ മുത്തുമണികൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. ടാറ്റാ, ബൈ ബൈ.